നമസ്കാരം, ടാക്ടിക്സിലേക്ക് സ്വാഗതം. ഇന്ത്യ സിംബാബ്വെ ലോകകപ്പ് മത്സരം നാളെ നടക്കാനിരിക്കുകയാണ്. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡു ഓർ ഡൈ മത്സരമാണ്. ഇന്ത്യ കഴിഞ്ഞ മത്സരം സൗത്ത് ആഫ്രിക്കയോട് തോറ്റതിന് ശേഷം വെസ്റ്റ് ഇൻഡീസിന്റെ മത്സരഫലങ്ങൾ എങ്ങനെയാകും എന്ന രീതിയിലാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ സെമി പ്രവേശനത്തിനുള്ള സാധ്യതകൾ. എൻ്റെ കൂടെ അനൂപ് ഷൺമുഖം, ഹാരിസ് നെന്മാറ, രഗിൽ ദേവ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്നു, പ്രേക്ഷകരിൽ നിന്നും ഒരാൾക്ക് ടാക്ടിക്സ് സ്ഥിരമായി കാണുന്ന അല്ലെങ്കിൽ അതിന്റെ പ്രേക്ഷകരിൽ നിന്നും നിങ്ങൾ അയക്കുന്ന വീഡിയോകൾ കണ്ട് നമ്മുടെ കൂടെ പങ്കാളികളാകാം എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ടാക്ടിക്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് രഗിൽ ദേവ്. അദ്ദേഹം ഒരു പ്രേക്ഷകനാണ്, നമ്മുടെ ഗസ്റ്റാണ്. രഗിൽ തന്നെ പറയാൻ തോന്നുന്നു അദ്ദേഹത്തെ കുറിച്ച്. ഞാനൊരു ഡാറ്റ അനലിസ്റ്റ് ആണ്. എൻ്റെ വീട് കോഴിക്കോടാണ്. കോഴിക്കോട് ഡാറ്റ സ്പാർക്ക് എന്ന പേരിൽ എയുടെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനം റൺ ചെയ്യാണ് ഞാൻ. ചെറുപ്പത്തിലെ ക്രിക്കറ്റൊക്കെ കാണാറുണ്ട്, കളിക്കാറുണ്ട്. വളരെ പാഷനായിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ് ക്രിക്കറ്റ്. അപ്പോൾ ഇങ്ങനൊരു അവസരം കിട്ടിയതിൽ വളരെ സന്തോഷം. താങ്ക് യു. അപ്പോൾ സ്ഥിരമായിട്ട് ക്രിക്കറ്റ് ടാക്ടിക്സ് കാണാറുണ്ട് സ്ഥിരമായിട്ട്? തീർച്ചയായിട്ടും. ഓക്കെ, രഗിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ നമുക്ക് ഇന്ത്യ സിംബാബ്വെ മത്സരം നടക്കുകയാണ്. സൂര്യകുമാർ യാദവിന്റെ ഇന്ത്യ, സിക്കന്ദർ റാസയുടെ സിംബാബ്വെ. അപ്പം ഈ മത്സരത്തിന്റെ സാധ്യതകൾ എങ്ങനെയാണ് അനൂപ് ഷൺമുഖം? MSK ഇതിപ്പോൾ ഗൗതം ഗംഭീറും ക്യാപ്റ്റനും ടീമംഗങ്ങളൊക്കെ തലവഹിക്കുന്നത് ചിലപ്പോൾ ഒരു വലിയ ഗണിതശാസ്ത്രജ്ഞനെ ആലോചിച്ചിട്ടായിരിക്കും. അങ്ങനെ ഒരാളുടെ സേവനം ടീം ഇതിനകം തന്നെ നേടിയിട്ടുണ്ടോ എന്നാണ് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം അത്രമാത്രം കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ് ഇന്ത്യയുടെ സാധ്യതകൾ. ഏറ്റവും വില്ലനായിട്ട് വരുന്നത് റൺ റേറ്റ് തന്നെയാണ്. ഇന്ത്യയുടെ സാധ്യതകൾ ഏറ്റവും എളുപ്പത്തിലാക്കാനുള്ള ഒറ്റ ഘടകം എന്ന് പറയുന്നത് ഇനിയുള്ള 2 മത്സരവും ഇന്ത്യ ജയിക്കുക എന്നത് മാത്രമാണ്. ആദ്യ കടമ്പ അതാണ്, 2 മത്സരവും ജയിക്കുക. എങ്കിൽ മാത്രമേ സാധ്യതകൾ മുന്നിൽ തുറക്കുന്നുള്ളൂ. ജയിച്ചു കഴിയാൻ മാത്രമല്ല, ഇന്ത്യ 2 കളികളും ജയിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധ്യത അവിടെ തുറക്കുന്നത് സൗത്ത് ആഫ്രിക്കയും 2 കളികൾ ബാക്കിയുള്ള 2 വെസ്റ്റ് ഇൻഡീസിനെതിരെയും സിംബാബ്വെക്കെതിരെയും ജയിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ദക്ഷിണാഫ്രിക്കയും ഇന്ത്യയും ത്രൂ സെമിയിലേക്ക് പോവുകയാണ്. വെസ്റ്റ് ഇൻഡീസ് ഇങ്ങനെ കിടക്കുകയാണ്. അതാണ് ഒരു സാധ്യത. ഇനി ദക്ഷിണാഫ്രിക്ക 2 മത്സരങ്ങൾ തോറ്റു കഴിഞ്ഞാലും അവിടെയും ഇന്ത്യക്ക് ഒരു സാധ്യത വരുന്നുണ്ട്. അതായത് നെറ്റ് റേറ്റ് പരിഗണിക്കാതെ ഉള്ള ഇന്ത്യയുടെ മുന്നേറ്റമാണ് ഞാൻ പറയുന്നത്. ഇനി ദക്ഷിണാഫ്രിക്ക വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ചു, സിംബാബ്വെ തോറ്റു, എന്നാൽ പോലും ഇന്ത്യക്ക് ഒരു സാധ്യത അവിടെ തുറക്കുന്നുണ്ട്. റൺ റേറ്റിലേക്ക് കാര്യങ്ങൾ പിന്നീട് വരികയാണ്. വെസ്റ്റ് ഇൻഡീസിനെ കീഴ്പ്പെടുത്തുകയും സിംബാബ്വെയോട് തോൽക്കുകയും ചെയ്യുകയാണെങ്കിൽ സാധ്യതയുണ്ട്. ഇങ്ങനെ കുറേ നൂലാമാലകളിൽ കിടക്കുകയാണ് ഈ കളി. നാളത്തെ മത്സരത്തെ സംബന്ധിച്ച് ഇന്ത്യക്ക് സംബന്ധിച്ച് പറയാനുള്ളത്, ഒരു രക്ഷകനെ ഇന്ത്യക്ക് ആവശ്യമുണ്ട്. ഒരാൾ ഉത്തരവാദിത്തം ഏറ്റെടുത്തേ മതിയാകും. അത് ക്യാപ്റ്റൻ ഏറ്റെടുക്കുമോ, അഭിഷേക് ശർമ്മ ഏറ്റെടുക്കുമോ, തിലക് വർമ്മ ഏറ്റെടുക്കുമോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒരാൾ, നമ്മൾ പാകിസ്ഥാനെതിരെ കണ്ടതുപോലെ ഒരു ഇന്നിങ്സ് ഇന്ത്യക്ക് വേണം എന്നുള്ളതാണ്. ഏറ്റവും മികച്ച ഒരു ഇന്നിങ്സ് ആയിരിക്കണം. മികച്ച 150-നപ്പുറത്തേക്കുള്ളൊരു സ്കോറെങ്കിലും നമുക്ക് വേണം. എങ്കിൽ മാത്രമേ ഒരു 50 റൺസ് പിന്നീട് കണക്ക് കൂട്ടുമ്പോൾ റൺ റേറ്റ് നിർണായകമാവുന്ന ഒരു ഘട്ടത്തിൽ 50-ലേറെ റൺസിൻ്റെ വ്യത്യാസമെങ്കിലും ഇന്ത്യക്ക് ഓരോ ജയത്തിൽ നിർണായകമാവുന്നുണ്ട്. അതുകൊണ്ട് നാളത്തെ മത്സരത്തിൽ പരമാവധി റൺസ് അടിച്ചു കൂട്ടുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്, ഏറ്റവും എളുപ്പത്തിൽ എതിരാളികളെ പുറത്താക്കുക, ജയിക്കുക എന്നത് തന്നെയാണ് ഇന്ത്യയുടെ മുന്നിലുള്ള സാധ്യത. നാളത്തെ മത്സരത്തിനോട് കൂടി മാത്രമേ നമുക്കത് പറയാൻ കഴിയൂ. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഒരു രക്ഷകനെ കാത്തിരിക്കുകയാണ്. ആ രക്ഷകൻ സഞ്ജു സാംസൺ ആയിട്ട് വരുമോ ഹാരിസ്? തീർച്ചയായും. പിന്നെ ഈ സൗത്ത് ആഫ്രിക്കയോടുള്ള പരാജയത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ നടന്ന ചർച്ചകളിൽ മുഴുവൻ ശ്രേയസ് അയ്യർ ഒരു സുപ്രധാന ചർച്ചാ വിഷയമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ശ്രേയസ് അയ്യർ 2023 ശേഷം ഇന്ത്യയുടെ T20 ടീം കണ്ടിട്ടില്ല. നമ്മൾ ഈ ലെഫ്റ്റ് ഹാൻഡർമാരെ കുത്തിനിറച്ച് ഒരു 11 നമ്മൾ കൊണ്ടുവരുന്നു. റൈറ്റ് ഹാൻഡർമാർ നമുക്കില്ലാഞ്ഞിട്ടാണ് രാജ്യത്ത്. ശ്രേയസ് അയ്യരെ കുറിച്ച് പറയുന്ന സമയത്ത് കഴിഞ്ഞ 2 IPL-ലും കഴിഞ്ഞ IPL 175 സ്ട്രൈക്ക് റേറ്റിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. ഏഷ്യ കപ്പ് വരുന്ന സമയത്ത് അദ്ദേഹം ടീമിൽ ഉൾപ്പെടുമോ ഇല്ലയോ എന്നൊരു ചർച്ചയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി യങ്സ്റ്റേഴ്സ് ആയ ആളുകളെ പിന്നെ പരിഗണിക്കുകയാണ് എന്നാണ് നമ്മൾ ഇതിന് ന്യായം പറഞ്ഞത്. നമ്മളെ കപ്പടിക്കുന്നു. പക്ഷേ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ 2025 നടന്ന ഏറ്റവും സുപ്രധാന ടൂർണമെന്റായ ചാമ്പ്യൻസ് ട്രോഫി അടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ശ്രേയസ് അയ്യറാണ്. അപ്പോൾ ശ്രേയസ് അയ്യരെ പോലെ റൈറ്റ് ഹാൻഡറായ ഒരാൾ പുറത്ത് നിൽക്കുന്നു. തിലക് വർമ്മ 1 ഡൗൺ പൊസിഷനിൽ വല്ലാതെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് 1 ഡൗൺ പൊസിഷനിൽ ശരിക്കും പരീക്ഷിക്കാൻ പറ്റിയൊരു മനുഷ്യൻ പുറത്തുണ്ടായിരിക്കെ തന്നെ കിവീസിനെതിരായ പരമ്പരയിൽ തിലക് വർമ്മക്ക് പരിക്കേറ്റ സമയത്ത് അദ്ദേഹം ടീമിലേക്ക് വരുന്നുണ്ട്. പക്ഷേ പരീക്ഷിക്കുന്നില്ല. അവിടെ ഇഷാൻ കിഷനെയാണ് നമ്മൾ 1 ഡൗണിലേക്ക് കൊണ്ടുവരുന്നത്. ശ്രേയസ് അയ്യർ പുറത്തിരിക്കുന്നു. അപ്പോൾ അത് വിട്ടേക്ക്, അങ്ങനെ ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു വെച്ചാണ്. സഞ്ജു സാംസൺ വരികയല്ലാതെ വേറെ വഴികളേ ഇല്ല. കാരണം
തുടർച്ചയായി കഴിഞ്ഞ 3 മത്സരങ്ങളിലും ഓഫ് സ്പിന്നർമാരെ കൊണ്ട് ഓപ്പൺ ചെയ്യുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ വീക്ക്നെസ്സിനെ കുഞ്ഞൻ ടീമുകൾ എക്സ്പോസ് ചെയ്യുക. ഇപ്പൊ സൽമാൻ ആഗ പിന്നെ ലോകത്ത് അറിയപ്പെട്ട ഓഫ് സ്പിന്നറാണ് എന്നൊരു അഭിപ്രായം നമുക്കില്ലല്ലോ. ആരിന്ദത്ത് ലോകത്ത് അറിയപ്പെട്ട ഒരു ഓഫ് സ്പിന്നർ ആണെന്നൊരു അഭിപ്രായം നമുക്കില്ലല്ലോ. അതേപോലെ എയ്ഡൻ മർക്രം അങ്ങനെ ഒരു മെയിൻ സൗത്ത് ആഫ്രിക്കയുടെ ബോളിംഗ് ഓപ്ഷൻ ഒന്നും അല്ലല്ലോ അദ്ദേഹം. നാളെ അതുമല്ല, ഓപ്പൺ ചെയ്യാൻ അതാണ് അറിയാൻ പറ്റുന്നത്. സിക്കന്ദർ റാസി ആയിരിക്കും ഇതേ ലെഫ്റ്റ് കോമ്പിനേഷൻ കൊണ്ടാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ നാളെ സിക്കന്ദർ റാസി ആയിരിക്കും ഓഫ് സ്പിന്നോട് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സഞ്ജു സാംസൺ ഇനി വേറൊരു ഓപ്ഷൻ ഉണ്ടല്ലോ നമുക്ക്. സ്ഥിരമായി 1 ഡൗൺ പൊസിഷനിൽ കളിച്ചുകൊണ്ടിരുന്ന സൂര്യകുമാർ യാദവിനെ 4ാം സ്ഥാനത്തേക്കാണ് നമ്മൾ കൊണ്ടിട്ടേക്കുന്നത്. അതായത് ഈ ലെഫ്റ്റ് സാഹചര്യത്തിനനുസരിച്ചുകൊണ്ട് ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ നിരന്തരം പിന്നെ നമ്മളിങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു ഘട്ടത്തിൽ സഞ്ജുവിനെ ഒരു ഘട്ടത്തിൽ പുറത്താക്കാനുള്ള കാരണം പോലും നമ്മൾ പറഞ്ഞിരുന്നത് ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ ടീമിൽ പിന്നെ വരണം എന്നാണ്. ഇപ്പോ ലെഫ്റ്റ് ഹാൻഡർമാരെ കൊണ്ട് തട്ടി നമുക്ക് ഇതാണൊന്ന്. അപ്പോ സ്വാഭാവികമായിട്ടും സഞ്ജു ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് വരുന്നു. ഇനി സാഹചര്യത്തിനനുസരിച്ച് ഈശാൻ 1 ഡൗൺ പൊസിഷനിലേക്ക് ഇറങ്ങിയാലും കുഴപ്പമില്ലല്ലോ. കാരണം ന്യൂസിലാൻഡിനെതിരായ പരമ്പരയിൽ ഈശാൻ 1 ഡൗൺ പൊസിഷനിലാണ് നന്നായി തളങ്ങിക്കൊണ്ടിരുന്നതാണ്. 2 വാഷിംഗ്ടൺ സുന്ദർ ഉറപ്പായും പുറത്താകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കഴിഞ്ഞ 2 മത്സരങ്ങൾ അതെ വാഷിംഗ്ടൺ സുന്ദറിനെ കുറിച്ചുള്ള വലിയ വിമർശനങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ ഇന്ന് സഞ്ജയ് മഞ്ചരൊക്കെ പറഞ്ഞത് പിന്നെ ഗൗതം ഗംഭീറിന്റെ കയ്യിൽ എല്ലാ പ്രശ്നത്തിനുമുള്ള ഒരു പരിഹാരം എന്ന അർത്ഥത്തിലാണ് വാഷിംഗ്ടൺ സുന്ദറിനെ അദ്ദേഹം പരിഗണിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ മത്സരത്തിൽ ഓഫ് സ്പിന്നറായി കൊണ്ടുവന്നതാണ്. ആരെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഡീകോക്കിനെയും റിക്കൽട്ടനെയും പുറത്താക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. 2 ഓവറുകളാണ് അദ്ദേഹത്തിന് ആകെ കൊടുത്തത്. ലെഫ്റ്റ് ഹാൻഡർമാർ പിന്നെയും ആ ടീമിനകത്ത് കുറെ ഉണ്ട്, എന്നിട്ടും അദ്ദേഹത്തിന് ബാക്കി ഓവറുകൾ കൊടുക്കുന്നില്ല. 5ാം പൊസിഷനിലോ മറ്റോ ബാറ്റിംഗ് നടക്കുന്നത്. ആരൊക്കെ ബാക്കിയുള്ള റിങ്കു സിംഗും ഹാർദിക് പാണ്ഡ്യയും ബാക്കിയുള്ള സമയത്ത്. എന്നിട്ട് വാഷിംഗ്ടൺ സുന്ദറിന്റെ പിന്നെ സംഭാവന എന്തായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. അതായത് അപ്പൊ ഞാനും MSK കളി കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ MSKയോട് പറഞ്ഞിരുന്നു വിക്കറ്റ് പോകാതിരിക്കാൻ വേണ്ടി നൈറ്റ് ബാറ്റ്സ്മാൻ ആയി കൊണ്ടുവന്നാണ് വാഷിംഗ്ടൺ സുന്ദറിനെ നമ്മൾ ചോദിച്ചിരുന്നു. അപ്പൊ അങ്ങനെ ക്രൂഷ്യൽ ഘട്ടങ്ങളിലൊക്കെ വാഷിംഗ്ടൺ സുന്ദറിനെ പോലെ മനുഷ്യരെ പരീക്ഷിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് പിന്നെ അപ്പൊ അക്ഷർ പട്ടേൽ തിരിച്ചു വരും. കാരണം അക്ഷർ പട്ടേൽ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും നമുക്ക് പിന്നെ കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയുന്ന മനുഷ്യരിൽ ഒരാളാണ്. വൈസ് ക്യാപ്റ്റനാണ് ടീമിന്റെ. മൂന്നാമത്തേത് ചെപ്പോക്കിലെ പിച്ച്. അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തേ മതിയാവും. ചെപ്പോക്കിലെ പിച്ചിൽ ഇതുവരെ നടന്ന ലോകകപ്പിലെ മത്സരങ്ങൾ നൈറ്റ് മാച്ചുകൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമുകളാണ് ജയിക്കുന്നത് എന്നാണ്. എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഇന്ത്യയിൽ ഡ്യൂ ഫാക്ടർ പിന്നെ ചേസ് ചെയ്യുന്ന ടീമുകൾക്ക് ഗുണകരമാകും എന്നിരിക്കെ ചെപ്പോക്കിലെ കണക്കുകളെടുത്ത് നോക്കുന്ന സമയത്ത് ഈ ലോകകപ്പിലെ കണക്കുകളെടുത്ത് നോക്കുന്ന സമയത്ത് നൈറ്റ് മാച്ചുകളിൽ പിന്നെ ആദ്യം ബാറ്റ് ചെയ്ത ടീമുകൾ അവിടെ വിജയിക്കുന്നു എന്നുള്ളതാണ്. 200, 195 ഒക്കെ അവരവിടെ ഡിഫെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഡ്യൂ ഫാക്ടർ അത്രക്ക് കളിയിലെ ഫലങ്ങളിൽ നിർണായകമാകുന്നില്ല എന്നുള്ളത്. 2 ചെപ്പോക്കിലെ പിച്ചിനെ കുറിച്ച് പൊതുവെ നമ്മൾ പറയാറുള്ളത് അത് സ്പിന്നിന് അകമഴിഞ്ഞ് പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ കിവീസിന്റെ മത്സരം കഴിഞ്ഞ സമയത്ത് മിച്ചൽ സാൻഡർ പറയുന്നത് ഇതൊരു ഫ്ലാറ്റ് ട്രാക്ക് ആണെന്നാണ്. ഇതൊരു ഫ്ലാറ്റ് വിക്കറ്റ് ടേൺ ചെയ്യുന്നില്ല പന്ത് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോ സ്പിന്നർമാരെ എങ്ങനെ അത് പിന്തുണക്കും എന്നുള്ളത് ഒരു ചർച്ചയാണ്. ടോസ് കിട്ടിക്കഴിഞ്ഞാൽ സ്കൈ ആദ്യം ബാറ്റിംഗ് തെരഞ്ഞെടുക്കുമോ എന്നുള്ളൊരു ചർച്ച നടക്കുന്നുണ്ട്. സഞ്ജു സാംസൺ തിരിച്ചു വരും എന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു 200, 240 റൺസ് നമ്മൾ സ്കോർ ചെയ്യുക, എന്നിട്ട് 70 റൺസിന്റെ വിജയം. ഇനി ഇന്ത്യ ആദ്യം ഫീൽഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവരെ കുറഞ്ഞ സ്കോറിന് പുറത്താക്കുക, ഒരു 10 12 ഓവറിനുള്ളിൽ എറിഞ്ഞു വീഴ്ത്തുക എന്നല്ലാതെ നമുക്ക് നെറ്റ് റൺ റേറ്റിന്റെ കാര്യത്തിൽ ഇനി പിന്നെ മറ്റ് ടീമുകളുടെ ഫലങ്ങളെ കുറിച്ച് നമ്മൾ ഇപ്പോഴേ പിന്നെ ദക്ഷിണാഫ്രിക്ക ജയിക്കണമെന്നാണല്ലോ നെറ്റ് റൺ റേറ്റ് നോക്കാൻ നമുക്ക് കാരണമെന്നുണ്ടെങ്കിൽ ദക്ഷിണാഫ്രിക്ക മുഴുവൻ മത്സരങ്ങൾ ജയിക്കണം, നമ്മൾ മുഴുവൻ മത്സരങ്ങൾ ജയിക്കണം. ദക്ഷിണാഫ്രിക്ക ജയിക്കുകയോ ഇല്ലയോ എന്ന് നമുക്ക് ഇപ്പൊ തന്നെ പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് സിംബാബ്വേക്കെതിരായ മത്സരത്തിൽ നെറ്റ് റൺ റേറ്റ് നോക്കിയേ മതിയാകൂ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇപ്പം സഞ്ജു സാംസണെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പെർഫെക്റ്റ് സ്റ്റേജ് ആണ്. അദ്ദേഹത്തിന് ഒരു നായകനായിട്ട് തിളങ്ങാനുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു അവസരമാണ് മുന്നിൽ നിൽക്കുന്നത്. അദ്ദേഹം ആ ഒരു അവസരം മുതലാക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനിപ്പം ഇപ്പം ഇന്ത്യക്ക് സംബന്ധിച്ചിടത്തോളം നേരത്തെ ഹാരിസ് പറഞ്ഞ പ്രകാരം ഫസ്റ്റ് 3 ലെഫ്റ്റ് ഹാൻഡേഴ്സ്. സൂര്യകുമാർ യാദവ് ഒരു കാലത്ത് സ്ഥിരമായിട്ട് 1 ഡൗൺ പൊസിഷനിൽ കളിക്കാരനാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ ബ്രൂക്കിന്റെ ഇന്നിങ്സ് മാത്രം ഒന്ന് കണ്ടു നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ടും അതിനകത്തൊരു ദൃഷ്ടാന്തമുണ്ട്. കാരണം ബ്രൂക്ക് ഒരു നമ്പർ 5 ബാറ്റ്സ്മാൻ ആയിട്ടാണ് സ്ഥിരമായിട്ട് കളിക്കാറുള്ളത്. പക്ഷെ കഴിഞ്ഞ മത്സരത്തിന്റെ സമയത്ത് പിന്നെ ബ്രൂക്ക് 1 ഡൗൺ പൊസിഷനിൽ ഇറങ്ങുന്നു. അദ്ദേഹം സെഞ്ചുറി അടിച്ചുകൊണ്ട് ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുന്നു. സൂര്യകുമാർ യാദവ് സ്ഥിരമായിട്ട് 1 ഡൗൺ പൊസിഷനിൽ ഇറങ്ങുന്ന സൂര്യകുമാർ യാദവ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പഴയ പൊസിഷനിലേക്ക് ആ ഒരു വരികയും ആ ഒരു റോൾ ഏറ്റെടുക്കുകയും ചെയ്യേണ്ട ആ സമയം ഏതാണ്ട് അതിക്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് പഴയ ഫോമിലേക്ക് എത്തുകയും വേണം. ആ പൊസിഷൻ കൃത്യമായിട്ട് ഇപ്പൊ തിലക് എന്നുള്ളത് ഈ ഒരു നമ്പർ 3 പൊസിഷനിൽ വലിയൊരു പരാജയമായിട്ട് നിൽക്കുന്ന സമയത്ത് ആ ഒരു നമ്മുടെ 3 ലെഫ്റ്റ് ഹാൻഡേഴ്സ് എന്നുള്ള കോമ്പിനേഷൻ മാറ്റുകയും ചെയ്യാം. സൂര്യകുമാർ യാദവ് റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ആണ്. അപ്പം ആ രീതിയിൽ തന്നെ അദ്ദേഹം അടുത്ത മത്സരങ്ങളിലെങ്കിലും കഴിഞ്ഞ ദിവസം ബ്രൂക്ക് പറഞ്ഞത് കോച്ചായിട്ടുള്ള ബ്രണ്ടൻ മക്കുലാണ് ഇങ്ങനെ ഒരു സാക്ഷൻ എനിക്ക് തന്നതെന്നാണ്. നമ്മുടെ കോച്ചും അവിടെ ഉണ്ട്. ഗൗതം ഗംഭീറിന് ഇങ്ങനെ ഒരു സാക്ഷൻ എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതും ഒരു ചോദ്യമാണ്. പിന്നെ ഉള്ളത് കഴിഞ്ഞ ദിവസം സൈർ ഖാന്റെ ഒരു അനാലിസിസ് ഉണ്ടായിരുന്നു. സൈർ ഖാൻ പറഞ്ഞത്
2024 കഴിഞ്ഞ ഇന്ത്യയുടെ T20 ലോകകപ്പിന്റെ സമയത്ത് പിന്നെ വിരാട് കോഹ്ലിയുടെ ലാസ്റ്റ് ഫൈനൽ ഇന്നിങ്സ് ആയിരുന്നു ഇന്ത്യയെ ആ ഒരു സ്കോറിലേക്ക് എത്തിച്ചത്. അപ്പോൾ കോഹ്ലി ഇറങ്ങുന്ന സമയത്ത് ആദ്യത്തെ കോഹ്ലിയുടെ 5 പന്തിൽ അദ്ദേഹം 14 റൺസ് നേടിയിരുന്നു ഫസ്റ്റ് തുടക്കത്തിൽ. ആ സമയത്താണ് പിന്നെ അതായത് കോഹ്ലിയുടെ ഇന്റൻഷൻ കൃത്യമായിരുന്നു. കോഹ്ലി ഏതാണ്ട് നമ്മുടെ പിന്നെ ആ നല്ല എന്താ പറയുക അഭിഷേക് ശർമ്മയൊക്കെ കളിക്കുന്നത് പോലെ ഒരു അഗ്രസീവ് ഇന്നിങ്സ് എന്നുള്ള ലൈനിൽ തന്നെയായിരുന്നു അദ്ദേഹം പോയിരുന്നത്. ആ സമയത്താണ് രോഹിത് ശർമ്മയും അതുപോലെ സൂര്യകുമാർ യാദവും പെട്ടെന്ന് ഔട്ടാകുന്നത്. ആ സമയത്ത് പിന്നെ കോഹ്ലി കൃത്യമായിട്ടും അദ്ദേഹത്തിന്റെ ആ ഒരു ഇന്റൻഷൻ ഒന്ന് ഡൗൺ ആക്കി അദ്ദേഹത്തിന് ഇനി ഞാൻ എങ്ങനെ കളിക്കണം, അതായത് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ അനുസരിച്ച് കളിക്കണം എന്ന് മനസ്സിലാക്കി അദ്ദേഹം ഇന്നിങ്സിനെ ആങ്കർ ചെയ്യാണ്. ഇവിടെ അഭിഷേക് ശർമ്മയും മറ്റുമൊക്കെ പഠിക്കേണ്ടത് വിരാട് കോഹ്ലിയിൽ നിന്നാണ്. കാരണം അദ്ദേഹം ഇന്ന് കഴിഞ്ഞ മത്സരത്തിൽ കൃത്യമായിട്ടും അഭിഷേക് ശർമ്മയ്ക്ക് അങ്ങനെ ഒരു ആങ്കറിങ് എടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എല്ലാ കളിയും ഒരേപോലെ അടിച്ചു കളിക്കുക എന്ന് പറയുമ്പോൾ അത് നടക്കുന്നൊരു കേസല്ല. കാരണം ചേസിങ്ങിൽ ഗെയിം എങ്ങനെയാണോ കളി അനുസരിച്ച് കളിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് സച്ചിൻ ടെണ്ടുൽക്കർ ഇതിഹാസമായത്, വിരാട് കോഹ്ലി ഇതിഹാസമായത്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ആ രണ്ട് പേരുകൾ വെച്ചിട്ട് തന്നെ ഒരു കാര്യം പറയാം. എന്തായാലും റൺ റേറ്റിന്റെ കാര്യമാണല്ലോ ഇപ്പൊ നിർണായകമായിട്ടുള്ള കാര്യം. ഇന്ത്യ റൺ റേറ്റ് അനിവാര്യമായ ഘട്ടത്തിൽ മത്സരിച്ച് ചേസ് ചെയ്ത് വിജയിച്ചിട്ടുള്ള രണ്ട് സുപ്രധാനമായിട്ടുള്ള മത്സരങ്ങളുണ്ട്. ഒന്ന് സച്ചിന്റെ സാൻസ് ഷോം എന്നറിയപ്പെടുന്ന ഷാർജയിലെ ഇന്നിങ്സ്, ഓസ്ട്രേലിയക്കെതിരായിട്ടുള്ള 143 റൺസിന്റെ ജയം. അന്ന് ഇന്ത്യക്ക് ന്യൂസിലൻഡിനെ മറികടന്ന് സെമി ഫൈനൽ ഉറപ്പിക്കാൻ ഇന്ത്യക്ക് നെറ്റ് റൺ റേറ്റിൽ ന്യൂസിലൻഡ് ആയിരുന്നു ശരിക്കും ആ മത്സരത്തിൽ എതിരാളി. പുറത്തിരിക്കുന്ന ന്യൂസിലൻഡ് ആയിരുന്നു ഇന്ത്യയുടെ എതിരാളി. പക്ഷേ ആ മത്സരത്തിൽ ഇടയ്ക്ക് പൊടിക്കാറ്റ് മത്സരം തടസ്സപ്പെടുത്തി 46 ഓവറാക്കി മത്സരം ചുരുക്കുന്നു. ഇന്ത്യയുടെ ലക്ഷ്യം 276 റൺസ് ആകുന്നു. അതിന് മുൻപ് 285 റൺസ് ആയിരുന്നു. സച്ചിന്റെ ആ 143 റൺസിന്റെ ബലത്തിൽ ആ കളി നമ്മൾ ജയിച്ചില്ലെങ്കിലും നമ്മൾ ആ ലക്ഷ്യം നേടി ഫൈനലിലേക്ക് കയറാനുള്ള ആ റൺ റേറ്റ് അവിടെ ഉയർന്നു വന്നിട്ടുണ്ട്, നേടിയിട്ടുണ്ട്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഒരു രക്ഷകനെ ഇന്ത്യക്ക് ആവശ്യമുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ ഒരാൾ അവതരിക്കുമോ എന്നുള്ളതാണ്. ഇനി രണ്ടാമതൊരു കാര്യം, 2012 കോമൺവെൽത്ത് ബാങ്ക് സീരീസിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു മികച്ച ഇന്നിങ്സ്, അവിസ്മരണീയമായിട്ടുള്ള ഏകദിന ക്രിക്കറ്റ് കണ്ട ഏറ്റവും മികച്ച ഇന്നിങ്സ് കളിച്ചു വെച്ചത് ഈ പറയുന്ന വിരാട് കോഹ്ലി തന്നെയാണ്. അന്ന് അദ്ദേഹം ചെറുപ്പക്കാരനാണ്. 2014 ലോകകപ്പ് നേടി അതിൻ്റെ ആവേശത്തിൽ തുടർന്നുള്ള വർഷത്തിലാണ് 321 റൺസാണ് ശ്രീലങ്ക അടിച്ചു കൂട്ടിയത്. 321 റൺസ് ഇന്ത്യക്ക് ചേസ് ചെയ്ത് ജയിക്കണമായിരുന്നു സാധ്യത നിലനിർത്താൻ ഫൈനലിലേക്കുള്ള. ഇന്ത്യ ജയിച്ചത് 36.4 ഓവറിലാണ്. അതായത് 16 ഓവറോളം ബാക്കി നിർത്തിയിട്ട് ഇന്ത്യ ജയിക്കുമ്പോൾ 130 മുകളിൽ റൺസ് കൃത്യമായിട്ട് പൂർണ്ണമായിരുന്നു. എത്ര 66 പന്തിലോ മറ്റാണ് വിരാട് കോഹ്ലി അടിച്ചു കൂട്ടിയത്. അപ്പോൾ സാധ്യതകൾ അവിടെയാണ്. പക്ഷേ അതിന് ഏറ്റെടുക്കാനുള്ള ഒരു ചങ്കുറപ്പ് നാളെ ആര് കാട്ടും എന്നതാണ് ഞാൻ ആദ്യം തന്നെ ചോദ്യം ഉന്നയിച്ചത്. സച്ചിനെ പോലെയോ വിരാട് കോഹ്ലിയെ പോലെയോ ഇതിഹാസമായിട്ടില്ലെങ്കിലും നാളെ അവർക്ക് ഇതിഹാസമാകാനുള്ളൊരു അവസരമാണ്. നമ്മുടെ എല്ലാ ചർച്ചകളും സഞ്ജുവിൽ പോയി അവസാനിക്കുന്നതുകൊണ്ടാണ് ഞാൻ സഞ്ജു എന്ന് പറയാതിരുന്നത് ഈ ഒരു ഘട്ടം വരെ. കാരണം അത് പറഞ്ഞു മടുത്ത കാര്യമാണ്. പക്ഷെ നാളത്തെ കാര്യത്തിൽ സഞ്ജുവിനെ സമ്മർദ്ദത്തിലാക്കാൻ പോവുകയാണ് ഇന്ത്യൻ ടീം എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം സഞ്ജു ഓൾറെഡി സമ്മർദ്ദത്തിലാണ്. നാളെ കളിക്കാൻ പോകുന്നത് ചെപ്പോക്കിലാണ്. അദ്ദേഹം അടുത്ത സീസണിൽ ചെപ്പോക്കിലാണ് അദ്ദേഹത്തിന്റെ ഹോസ്റ്റ് ടീം എന്ന് പറയുന്നത്. ചെന്നൈയുടെ തട്ടകത്തിലാണ് അദ്ദേഹം കളിക്കാൻ പോകുന്നത്. അതെ, സഞ്ജുവിന്റെ മുഷ്താഖ് അലി ടൂർണമെന്റിലടക്കം സഞ്ജുവിന്റെ ഓരോ 50കളും ആക്രമണങ്ങളും ആസ്വദിച്ചിരുന്ന ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകർ ഏതാണ്ട് കുറച്ച് നാളായിട്ട് നിശബ്ദരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സോഷ്യൽ മീഡിയയിൽ അത്തരത്തിലുള്ള ഒരു സാധനവും വരുന്നില്ല. ഒരു പോസ്റ്റ് ഞാൻ കാണാത്താണെന്ന് എനിക്കറിയില്ല. ഞാനത് മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. ചിലപ്പോൾ കമൻറ്റ് വരാൻ സാധ്യതയുണ്ട്. എങ്കിൽ പോലും അദ്ദേഹം നാളെ സമ്മർദ്ദത്തിലായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. അദ്ദേഹത്തിന് അടുത്ത സീസൺ കളിക്കേണ്ട കാണികളുടെ മുന്നിൽ ആണ് ഇത്രയും വലിയ ജനക്കൂട്ടത്തിന് മുന്നിലാണ് സഞ്ജു കളിക്കാൻ പോകുന്നത്. നാളെ സഞ്ജു കളിച്ചാലും ഇല്ലെങ്കിലും അദ്ദേഹം കടുത്ത സമ്മർദ്ദത്തിലായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഈ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ സഞ്ജുവിന് കഴിയുമോ എന്ന കാര്യം സംശയമാണെന്ന് കൂടിയാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. ഇതിൽ നമുക്ക് ഗസ്റ്റിലേക്ക് പോകാൻ തോന്നുന്നു. അദ്ദേഹം ഒരുപാട് നേരമായിട്ട് എങ്ങനെ തുടങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷൻ നിൽക്കാൻ തോന്നുന്നു. ഇതിൽ ഇപ്പം ഇന്ത്യ വേഴ്സസ് സിംബാബ്വെ മത്സരമാണ്. സിംബാബ്വെ നമുക്ക് എഴുതി തള്ളാൻ കഴിയില്ല. കാരണം സിംബാബ്വെ ഓസ്ട്രേലിയയെ ഈ ടൂർണമെന്റിൽ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ശ്രീലങ്കയെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീലങ്ക അവരുടെ നാട്ടിൽ ചെന്നാണ് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. സിംബാബ്വെക്ക് അങ്ങനെ ഒരു ചരിത്രമുണ്ട്. ഇപ്പോൾ സിക്കന്ദർ റാസയുടെ നേതൃത്വത്തിൽ വേറൊരു ലെവൽ T20 ക്രിക്കറ്റ് മത്സരം സിംബാബ്വെ കളിക്കുകയാണ്. അപ്പോൾ രഗിൽ ഒരു 95 തൊട്ടേ ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം സിംബാബ്വെയുള്ള ഒരുപാട് കളികൾ കണ്ടിട്ടുണ്ടാവും. അപ്പം സിംബാബ്വെയുടെ ഒരു പെർഫോമൻസിനെ എങ്ങനെ കാണുന്നു ഈ ലോകകപ്പിൽ? തീർച്ചയായിട്ടും കുറേ കാലത്തിന് മുമ്പ് വരെ സിംബാബ്വെ ടീം നമുക്കറിയാം 90s അല്ലെങ്കിൽ 90s മുമ്പ് ഒരു 85 മുതലൊക്കെ കടുത്ത അല്ലെങ്കിൽ ബാറ്റ്സ്മാൻമാരായാലും ഓൾറൗണ്ടേഴ്സ് ആയാലും നല്ല ബോളേഴ്സും ഉള്ളൊരു ടീമായിരുന്നു സിംബാബ്വെ. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് സിംബാബ്വെ അവിടെ പൊളിറ്റിക്സും അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് മൂലം ആ ടീം വളരെ നശിച്ച് ഒരു തകിടം പറഞ്ഞ അവസ്ഥയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ സിക്കന്ദർ റാസയുടെ നേതൃത്വത്തിൽ, അതായത് അത് എടുത്ത് പറയേണ്ട ഒരു പേരാണ്. അദ്ദേഹത്തിന് നമുക്കറിയാം 39 വയസ്സുണ്ട്. പക്ഷേ അദ്ദേഹം കളിക്കുന്നത് ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു ലാഘവത്തോടെ ഇന്നിങ്സ് നന്നായി ബാറ്റ് ചെയ്യും. ബോളിംഗ് ഓൾറൗണ്ടറാണ്. ലോകത്തെ ഏറ്റവും മികച്ച
ഒരു 5 ഓൾറൗണ്ടേഴ്സ് എടുത്താൽ അദ്ദേഹം അതിൽ വരുന്നുള്ളതാണ്. നമ്പർ 1 ഓൾറൗണ്ടർ ആണെന്ന് തോന്നുന്നു. യെസ് ഇപ്പോൾ നമ്പർ 1 ഓൾറൗണ്ടർ തന്നെയാണ് ഉം. അദ്ദേഹം. അപ്പോൾ അങ്ങനെയുള്ള ടീമിനെ അദ്ദേഹം സെറ്റ് ചെയ്തെടുത്തേക്കാണ്. ഇപ്പോൾ അവരുടെ ഓപ്പണേഴ്സ് ഇപ്പോൾ ബാറ്റ്സ്മാൻമാരൊക്കെ ലോകം അറിയപ്പെടുന്ന ബാറ്റ്സ്മാൻമാരൊന്നുമല്ല, പക്ഷേ ഇപ്പോൾ മറുമണി അപ്പോൾ അദ്ദേഹത്തിന് സ്ട്രൈറ്റ് ചെയ്ത് നോക്കിയാൽ 130 ഒക്കെ ഉള്ളുവെങ്കിലും ഒരു കളിയിൽ നന്നായി പെർഫോം ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ ഏതറ്റം വരെയും പോകാൻ പറ്റുന്ന ഒരു ഓപ്പണിംഗ് ബാറ്റ്സ്മാനാണ് അദ്ദേഹം. അതുപോലെ തന്നെ നമുക്കറിയാം അവരുടെ ബെന്നറ്റ് നമുക്കറിയാം ബാറ്റിങ്ങിൽ മാത്രമല്ല മികച്ച ഒരു ഫീൽഡർ കൂടിയാണ്. അത് എല്ലാ കളികളിലും പ്രതിഫലിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഫീൽഡിംഗ് ബാറ്റിംഗ് കഴിവുകൾ. ഇപ്പോൾ 180 റൺസ് എടുത്തുകൊണ്ട് ഈ വേൾഡ് കപ്പിൽ തന്നെ സിംബാബ്വേയുടെ ടോപ്പ് സ്കോററാണ് അദ്ദേഹം. അതുപോലെ തന്നെ സിക്കന്ദർ റാസ തൊട്ട് പിറകിലായിട്ട് തന്നെ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ 2-3 ബാറ്റ്സ്മാൻമാർ തന്നെ സ്ട്രോങ് ആയിട്ട് തന്നെ കളിക്കുന്ന ആൾക്കാരുണ്ട്. ബേള്, അതുപോലെ തന്നെ ഡിയോൺ മേഴ്സ്, ഇവരൊക്കെ തന്നെ നല്ല ഒരു ക്യാമിയോ ഇന്നിങ്സുകൾ, ക്യാമിയോ എന്ന് പറയാൻ അങ്ങനെ വില കുറച്ച് പറയാനൊന്നും പറ്റില്ല, നല്ല ഇന്നിങ്സുകൾ തന്നെ കളിക്കാൻ, അതും നല്ല സ്ട്രൈക്ക് റേറ്റിൽ കളിക്കാൻ കഴിവുള്ള ആളുകളാണ്. അപ്പോൾ ഇത്തരം ആളുകളും പോരാതെ കഴിഞ്ഞ മാച്ചിൽ നമ്മൾ കണ്ടതാണ് ലാസ്റ്റ് ഇവൻ്റെ ബാറ്റിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ റെക്കോർഡ് ബുക്ക് നോക്കുമ്പോൾ 10 ഏവറേജ്, സ്ട്രൈക്ക് റേറ്റ് 110 ഇതൊക്കെയുള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു പ്ലെയേഴ്സൊക്കെ സിംബാബ്വേയിൽ നിന്ന് എങ്ങനെ വരുന്നു എന്നുള്ളത് നമുക്ക് അത്ഭുതമാണ്. അതുപോലെ തന്നെ ഈ ബോളേഴ്സ് ഇപ്പോൾ വസീം മുസബാനി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2ാം പൊസിഷനിലാണുള്ളത്. അതായത് വേൾഡ് കപ്പിൽ വിക്കറ്റ് നേടിയവരിൽ 2nd പൊസിഷൻ എന്ന് പറഞ്ഞാൽ അതൊരു സിംബാബ്വെ പ്ലെയറാണ്. ഇനിയിപ്പോൾ ഇവാൻസ് ഉണ്ട് തൊട്ട് പിറകിലായിട്ട് 9 വിക്കറ്റ് എടുത്തുകൊണ്ട്. അതുപോലെ തന്നെ അവരുടെ ഓൾറൗണ്ടേഴ്സ് ഇപ്പോൾ സിക്കന്ദർ റാസ കഴിഞ്ഞ കളിയിൽ ഒന്ന് ഫോം ഔട്ട് ആയെങ്കിലും അതൊന്നും നമുക്ക് കണക്കിലെടുക്കാൻ പറ്റില്ല. കൃത്യമായിട്ട് അദ്ദേഹം തിരിച്ചു വരും. അത് ആ കോൺഫിഡൻസ് ഉള്ള ഒരു പ്ലെയർ തന്നെയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ നമ്മൾ സിംബാബ്വേൻ്റെ ഒരു ചാൻസ് സാധ്യതകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇന്ത്യൻ ചാൻസുകൾ, ഇന്ത്യയാണ് നമ്മളെ പ്രതീക്ഷ. ഇന്ത്യ തീർച്ചയായിട്ടും നെക്സ്റ്റ് അടുത്ത 2 മത്സരങ്ങൾ ജയിച്ച് തിരിച്ചു വരുന്നു തന്നെയാണ് പ്രതീക്ഷ. ഇപ്പോൾ കഴിഞ്ഞ 4 മത്സരങ്ങൾ എല്ലാവരും പറയുന്നതാണ് 5 മത്സരങ്ങൾ, അതായത് ആദ്യഘട്ടങ്ങളിലെ 4 മത്സരങ്ങളും അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കൻ്റെ ഒരു മത്സരമൊക്കെ വെച്ച് ഇന്ത്യയെ വിലയിരുത്തുമ്പോൾ അതിൽ നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ആദ്യത്തെ മത്സരമാണെങ്കിൽ US-നോട് ഒന്ന് പതറിയെന്നുള്ള ശരിയാണ്. 2ാമത്തെ മത്സരത്തിൽ 200 റൺസ് എടുത്തു, തിരിച്ചു വന്നു. നേരത്തെ നമ്മൾ സഞ്ജു സാംസണിനെ പറ്റി പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് 11 ഈ നമ്മളെ വേൾഡ് കപ്പിൽ നെക്സ്റ്റ് മത്സരങ്ങൾ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ ചെറിയ ഇന്നിങ്സ് നമ്മൾ കണ്ടതാണ്. എക്സ്പ്ലോസീവ് ബാറ്റിംഗ് തന്നെയാണ്. അതിൽ ഒരു ടെൻഷനും ഇല്ല. നേരത്തെ ന്യൂസിലാൻഡ് ബാറ്റിംഗ് നിരയിൽ ന്യൂസിലാൻഡോട് അങ്ങേയറ്റം പരാജയപ്പെട്ട സഞ്ജു ഒന്നുമല്ല, ആറ്റിറ്റ്യൂഡും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. കൃത്യമായിട്ട് മാറി, അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈലിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് സഞ്ജു വരണം. സഞ്ജു ഓപ്പണിംഗിൽ അഭിഷേകിൻ്റെ കൂടെ ബാറ്റ് ചെയ്യണം. 2nd പൊസിഷനിൽ 1 ഡൗണിലേക്ക് ഇഷാൻ മാറിയാൽ ഇഷാന്റെ ബെസ്റ്റ് പൊസിഷൻ തന്നെയാണ് 1 ഡൗൺ. അതുകൂടാതെ തിലക് വർമ്മ, അഭിഷേക് ശർമ്മ, സൂര്യകുമാർ യാദവ്, ഇവർ 3 ഫോമിലുള്ളതാണ്. തീർച്ചയായിട്ടും ഗംഭീറിനറിയാം, സൂര്യകുമാറിനറിയാം ഒരുപോലെ തന്നെ. അപ്പോൾ ഒന്നുകിൽ സൂര്യകുമാർ ഈ ക്യാപ്റ്റൻസി വെച്ച് മാറുക. ഇപ്പോൾ വേൾഡ് കപ്പ് പോലൊരു മത്സരത്തിൽ നമുക്ക് ഒരിക്കലും അത് പ്രായോഗികമല്ല, അത് തെറ്റായ തീരുമാനമാണ്. അതുകൊണ്ട് സൂര്യകുമാർ എന്തായാലും ടീമിലുണ്ടാവണം. പക്ഷേ സെക്കൻഡ് ഞാനിപ്പോൾ മാറാൻ പറയുന്നത് തിലക് വർമ്മയോ അഭിഷേക് ശർമ്മയോ ഞാൻ പറയില്ല ഒരിക്കലും. കാരണം എന്താ വെച്ചാൽ വേൾഡ് നമ്പർ 1 ബാറ്റ്സ്മാനാണ് അദ്ദേഹം. ഒരു 5-6 മത്സരം അദ്ദേഹത്തിന് ആ ഒരു സഫീഷ്യൻറ്റ് മാച്ച് എനിക്ക് തോന്നുന്നില്ല. ഒരു 2 മത്സരം കൂടി, അത് ഇനിയിപ്പോൾ അടുത്ത മത്സരങ്ങൾ ഒരുപക്ഷെ കഴിഞ്ഞ 24 വേൾഡ് കപ്പിൽ കോഹ്ലിയൊക്കെ ഫൈനലിൽ കളിച്ച പോലെ ഒരു അത്രയും എക്സ്പ്ലോസീവ് ഇന്നിങ്സ് കളിക്കാൻ കപ്പാസിറ്റി ഉള്ളൊരു ബാറ്റ്സ്മാൻ തന്നെയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത് പ്രായോഗികമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പക്ഷേ നമുക്ക് തിലക് വർമ്മയെ വേണമെങ്കിൽ മാറ്റാം. അല്ലെങ്കിൽ ഇപ്പോൾ റിങ്കു സിംഗ് അദ്ദേഹത്തിൻ്റെ ഒരു അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. ഒരു ആരോഗ്യപരമായ കാരണങ്ങളെ ചിലപ്പം കളിക്കാൻ ചാൻസ് കുറവാണ്. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ എന്ത് ചെയ്യാം, റിങ്കു സിംഗിന് പകരം സഞ്ജു സാംസനെ കൊണ്ടുവരാം. പിന്നെ തീർച്ചയായിട്ടും ഗൗതം ഗംഭീറിൻ്റെ അല്ലെങ്കിൽ സൂര്യകുമാറിൻ്റെ വലിയൊരു അബദ്ധം തന്നെ പറയാം വാഷിങ്ടൺ സുന്ദറിനെ 11ലേക്ക് എത്തിച്ചത്. നമുക്കറിയാം വൈസ് ക്യാപ്റ്റൻ അക്ഷർ പട്ടേലാണ്. അതും കഴിഞ്ഞ വേൾഡ് കപ്പിലാണെങ്കിൽ മിന്നുന്ന പെർഫോമൻസ്, 47 റൺസ് 1 വിക്കറ്റ്. ഇങ്ങനെയുള്ള ഒരു പ്ലെയറിനെ അടുത്ത വേൾഡ് കപ്പിൽ, അതും ഫോമിലുള്ളൊരു പ്ലെയറിനെ മാറ്റിയിട്ട് ഒരു പരീക്ഷണം എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു മണ്ടൻ തീരുമാനമാണ്. പിന്നെ ഞാനൊരു കാര്യം കൂടി പറയാം. ഈ 11ലേക്ക് വന്നാൽ ഇപ്പോൾ സിംബാബ്വെ അതുപോലെ തന്നെ വെസ്റ്റ് ഇൻഡീസ്, ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസ് സിംബാബ്വെ മത്സരങ്ങളാണ് ഇന്ത്യക്കുള്ളത്. അപ്പോൾ സിംബാബ്വേനോട് നല്ലൊരു മാർജിനിൽ തീർച്ചയായിട്ടും ഇത് ജയിക്കും, യാതൊരു സംശയമില്ല. അതുപോലെ വെസ്റ്റ് ഇൻഡീസിനോടും ഒരു കുറയാത്ത ഒരു 50 റണ്ണിൽ കുറയാത്ത മാർജിനിൽ തന്നെ ഇന്ത്യ ജയിച്ചു കഴിഞ്ഞാൽ
ഈസി ആയിട്ട് ഇന്ത്യക്ക് ടിക്കറ്റ് കിട്ടുന്ന സമയത്തേക്ക്. അത് കൂടാതെ ഇതൊന്നും മറ്റുള്ളവരുടെ ബാറ്റിങ്ങിനെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പെർഫോമൻസിനെ ഒന്നും നോക്കാതെ തന്നെ ഇന്ത്യക്ക് ഡയറക്റ്റ്ലി എത്തണമെങ്കിൽ ഒന്നുമില്ല, സൗത്ത് ആഫ്രിക്ക എല്ലാ കളികളും ജയിച്ചാലും മതി. അപ്പോൾ നമ്മളുടെ അവിടെയാണ് ഒരു പ്രശ്നമുള്ളത്. കാരണം വെസ്റ്റ് ഇൻഡീസ് കഴിഞ്ഞ മത്സരങ്ങൾ കളിച്ചുകൊണ്ടിരുന്ന ഒരു സ്റ്റൈല് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അത് സൗത്ത് ആഫ്രിക്ക വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ് മത്സരം ഒരു വലിയൊരു ടൈറ്റ് മത്സരമായിരിക്കും. അത് എല്ലാവർക്കും ഇപ്പൊ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുമെങ്കിലും വെസ്റ്റ് ഇൻഡീസിന്റെ ബാറ്റിംഗ് നിര കൃത്യമായിട്ട് വരിഞ്ഞു മുറുക്കാനുള്ള ബോളിംഗ് ഇന്ത്യക്കുണ്ട്. സൗത്ത് ആഫ്രിക്ക ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. സൗത്ത് ആഫ്രിക്ക തീർച്ചയായിട്ടും സൗത്ത് ആഫ്രിക്ക ഒരു ചാമ്പ്യൻ പ്ലെയർ ആണ്, അല്ലെങ്കിൽ ഒരു ടീമാണ്. അപ്പോൾ നമുക്ക് അവരെ എഴുതി തള്ളാൻ പറ്റില്ല. ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസ് ഒരു സിംബാബ്വേനോട് കളിച്ചത്, ഞാൻ സിംബാബ്വേനെ എഴുതി തള്ളുകയല്ല, പക്ഷേ നല്ല ചാൻസുകളൊക്കെ വിട്ടുകൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഹെറ്റ്മേറിന്റെ നേരിൽ നിൽക്കുമ്പോൾ ഹെറ്റ്മേറിന്റെ ക്യാച്ച് എടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ റിസൾട്ട് ഒരു 180 താഴെയൊക്കെ സ്കോർ പോയിട്ടുണ്ടെങ്കിൽ സിംബാബ്വെ പൊരുതിയാണ്, ഇത്രയും വലിയ ജയത്തിലേക്കൊന്നും പോവില്ലായിരുന്നു. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സൗത്ത് ആഫ്രിക്ക ഒരിക്കലും അത്തരം വീഴ്ചകൾ വരുത്തില്ല. തീർച്ചയായിട്ടും സൗത്ത് ആഫ്രിക്ക പരാജയപ്പെടാൻ തന്നെ ഒരു ചെറിയ രീതിയിലുള്ള ചെറിയൊരു റൺ റേറ്റ് ഒക്കെ അവിടെ വരൂ എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ ഹാരിസ്, ഇപ്പം ഇന്ത്യയുടെ സാധ്യതകൾ പറയുമ്പോൾ നോർമലി കഴിഞ്ഞ മത്സരത്തിന് മുമ്പത്തെ മത്സരങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് ജസ്പ്രീത് ബുംറ, വരുൺ ചക്രവർത്തി, ആ ബോളിംഗ് കോംബോയിൽ അവരുടെ ഒരു 8 ഓവറിൽ നോർമലി മറ്റു ടീമുകളൊക്കെ ഒരു 50 അല്ലെങ്കിൽ ഒരു 50-55 റൺസ് ഒക്കെ ആയിരിക്കും സ്കോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ മത്സരത്തോടു കൂടി ആ ഇക്വേഷൻ മാറി. കാരണം വരുൺ ചക്രവർത്തിക്ക് അപ്രതീക്ഷിതമായിട്ട് അടി കിട്ടുന്ന ഒരു സിറ്റുവേഷൻ വന്നു. അതായത് ആളുകൾ ഒരാൾ ബഹുമാനിക്കുകയാണെങ്കിൽ 2 പേരെ ബഹുമാനിക്കുന്ന ആ ഒരു പരിപാടി മാറ്റിയിട്ട് ഒരാളെ മാത്രം ടീമിൽ ബഹുമാനിച്ചാൽ മതി എന്ന രീതിയിലേക്ക് ടീമുകൾ മാറിയിട്ടുണ്ടോ? ഇന്ത്യയുടെ ബോളിങ്ങിന്റെ ആ ഒരു പ്രശ്നങ്ങൾ, അതായത് ഇപ്പം വരുൺ ചക്രവർത്തിക്ക് കഴിഞ്ഞ മത്സരത്തിൽ അടി കിട്ടിയത് ഇന്ത്യക്ക് ഈ മത്സരത്തിൽ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്താണ്? ഇല്ല, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ചില മത്സരങ്ങൾ അങ്ങനെയാണ്. ഇപ്പോൾ വരുൺ ചക്രവർത്തി നോക്കിക്കഴിഞ്ഞാൽ വരുൺ ചക്രവർത്തി സൗത്ത് ആഫ്രിക്കെതിരെ ഏറ്റവും മികച്ച റെക്കോർഡുള്ള മനുഷ്യനാണ്. അദ്ദേഹം പിന്നെ വേൾഡ് നമ്പർ റാങ്കിൽ ഏറ്റവും മികച്ച റേറ്റിംഗിൽ, ഇപ്പോൾ ജസ്പ്രീത് ബുംറയേക്കാൾ മികച്ച റേറ്റിംഗിൽ അദ്ദേഹം എത്തിയ ഒരു സമയം ഉണ്ടായിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ. അതെത്തിയത് സൗത്ത് ആഫ്രിക്കെതിരായ പരമ്പരയ്ക്ക് ശേഷമാണെന്നാണ്. എന്ന് പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്കെതിരെ മികച്ച റെക്കോർഡുള്ള ഒരു മനുഷ്യൻ ഒരു കളിയിൽ പിഴച്ചുപോയി എന്നല്ല. ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്, സൗത്ത് ആഫ്രിക്കയുടെ 5 കളികൾ വേൾഡ് കപ്പിന് തൊട്ടുമുമ്പ് കളിച്ച് അദ്ദേഹത്തിന് അത് എക്സ്പോസ്ഡ് ആയി. അതൊരു വലിയ കാര്യമായിട്ട് കാണേണ്ട കാര്യം തന്നെയാണ്. വരുൺ ചക്രവർത്തി അങ്ങനെ എക്സ്പോസ്ഡ് ആയി എനിക്ക് അഭിപ്രായമില്ല, എനിക്ക് പേഴ്സണലി അഭിപ്രായമില്ല. കാരണം വരുൺ ചക്രവർത്തിയുടെ കയ്യിൽ ഒരുപാട് ഇപ്പോൾ ഒറ്റ വേരിയേഷനിൽ പന്തെറിയുന്ന മനുഷ്യനല്ല അദ്ദേഹം എന്നുള്ളതാണ് ഇന്ത്യക്ക് ഏറ്റവും വലിയ പോസിബിലിറ്റി. അതായത് കുൽദീപ് യാദവിനെ പോലൊരു ചൈന സ്പിന്നർ നമ്മൾ ടീമിൽ വെച്ചിട്ട് വരുൺ ചക്രവർത്തിയെ നമ്മൾ സ്ഥിരം 11-ൽ ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത്, അദ്ദേഹം സ്പെഷ്യൽ സ്പിന്നറാണ്. കുൽദീപ് യാദവിനെ നമ്മൾ ഒരു കാലത്ത് അതിനേക്കാൾ വലിയൊരു ഓപ്ഷനായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യനായിട്ടും ചൈന സ്പിന്നർമാർ അധികം ലോക ടീമുകളിൽ ഇല്ല എന്നിരിക്കെ തന്നെ നമ്മൾ വരുൺ ചക്രവർത്തിയെ കൊണ്ടു നടക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു മത്സരത്തിൽ ചില കളിക്കാർ ആ കളിക്കാരന്റെ ബാറ്റിംഗ് കണ്ടതിന് ശേഷം അയാൾക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ കയ്യിൽ അദ്ദേഹത്തിന്റെ അവനിൽ ഒരു ആയുധം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം വേരിയേഷൻസ് മാറ്റി എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ, ഞാൻ പറഞ്ഞത് അത് തന്നെയാണ്. അതായത് മിസ്റ്ററി സ്പിന്നർ അദ്ദേഹം എക്സ്പോസ്ഡ് ആയെന്ന് ഒരു താൽക്കാലിക രീതിയിലാണ് എക്സ്പോസ്ഡ് ആയത്. തീർച്ചയായിട്ടും തിരിച്ചു വരും. 5 മത്സരങ്ങൾ നേരത്തെ കളിച്ച ഒരു എക്സ്പീരിയൻസ് സൗത്ത് ആഫ്രിക്ക ഉള്ളതുകൊണ്ടാണ് അതിലേക്ക് വന്നത്. ഇനി സ്പിന്നിന് അനുകൂലമായ പിച്ചാണ് എന്നാണ് വിലയിരുത്തൽ എന്നുണ്ടെങ്കിൽ, പക്ഷേ നിലവിൽ ടീമുകൾ അങ്ങനെയല്ല വിലയിരുത്തുന്നത് ചെപ്പോക്കിനെ. അങ്ങനെയെങ്കിൽ കുൽദീപ് യാദവിനെ തിരിച്ചു കൊണ്ടുവരുമോ എന്നുള്ളൊരു ചർച്ച കൂടി. പിച്ചിന്റെ കാര്യം പറയുമ്പോഴേ നമ്മൾ ബയലാട്രൽ സീരീസ് അല്ലേ കളിക്കുന്നതെന്ന് ഓർക്കണം. ബയലാട്രൽ സീരീസിൽ BCCI തീരുമാനിക്കുന്ന പിച്ചാണ് അവിടെ നിർമ്മിക്കുന്നത്. ഇന്ത്യൻ ടീമിന് എന്താണോ ആവശ്യം, ഇന്ത്യൻ ടീമിൽ ഏത് സ്പിന്നറാണോ ഉള്ളത് അവർക്കനുസരിച്ചുള്ള പിച്ച് ഉണ്ടാക്കാം. പക്ഷേ ഇത് ICCയുടെ മേൽനോട്ടത്തിൽ തയ്യാറാക്കുന്ന പിച്ചുകളാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒരളവോളം ഇന്ത്യ വെല്ലുവിളി നേരിട്ടതെന്നുള്ള വിലയിരുത്തലുകൾ കൂടി വരുന്നുണ്ട്. കാരണം അവിടെ അത് കൃത്യമായിട്ടാണ് സ്പോർട്ടിംഗ് വിക്കറ്റിലേക്ക് വരുമ്പോഴും ബാറ്റ്സ്മാൻ കൂടി അനുകൂലമാകുന്ന തരത്തിലുള്ള സ്പോർട്ടിംഗ് ആയിട്ടുള്ള വിക്കറ്റുകൾ തയ്യാറാക്കുന്നു എന്നുള്ളതാണ്. തീർത്തും ഏകപക്ഷീയമായിട്ടുള്ള വിക്കറ്റുകൾ വരുന്നില്ല എന്നത് കൂടി ഇന്ത്യക്ക് വെല്ലുവിളി ആവുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം. തീർച്ചയായിട്ടും രണ്ടാമത്തെ കാര്യം കുൽദീപ് യാദവിനെ കൊണ്ടുവരും എന്നുള്ളതാണ്. ഇന്ത്യൻ ടീം തുടരുന്ന ഒരു ഫോർമുല എന്താണ്? വിന്നിംഗ് കോംബോയെ പൊളിക്കില്ല എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ സഞ്ജു സാംസണെ പോലെ പുറത്തിരിക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടിയത് പാകിസ്ഥാനെതിരെ കളി, അത് ശ്രീലങ്കയിലായിരുന്നത് കൊണ്ടാണ്. അവിടുത്തെ സാഹചര്യം പരിഗണിച്ചിട്ടാണ് അദ്ദേഹത്തിന് നമീബിയക്കെതിരെ ഒരു അവസരം കൊടുത്തത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസരം കൊടുത്തത്. അപ്പോൾ ആ കാര്യം കൂടി നമ്മൾ ആലോചിക്കണം. ഒരു പക്ഷേ സഞ്ജുവിനെ പോലെ ഒരു അവസരം കൊടുത്ത് ഒഴിവാക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ കൂടി നമുക്ക് വിശ്വസിക്കാം. പിന്നെ ഇന്ത്യൻ ടീമിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വ്യാപകമായിട്ടുള്ള പിന്തുണ ഇന്ത്യക്കാരിൽ നിന്ന് പോലും കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ടൂർണമെന്റ് മുന്നോട്ട് വെക്കുന്നത്. അത് വല്ലാത്തൊരു ചർച്ചകളിലേക്ക് കാര്യങ്ങൾ നയിക്കുന്നുണ്ട്. ഇന്ത്യൻ ടീമിൽ അടുത്തിടെ കടന്നുകൂടിയിട്ടുള്ള അഭിലഷണീയമല്ലാത്ത പൊളിറ്റിക്സ്,
ആ പൊളിറ്റിക്സിനുള്ള ഒരു മറുപടിയാണോ ഇതെന്ന് കൂടി ചിന്തിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യ ലോകകപ്പ് നേടിയില്ലെങ്കിൽ പോലും വലിയൊരളവോളം ഇന്ത്യൻ ക്രിക്കറ്റ് ഫാൻസ് നിരാശപ്പെടില്ല. കാരണം ഇതൊരു ഇന്ത്യൻ ടീമിനുള്ള വേക്കപ്പ് കോളായിട്ട് ഈ ടൂർണമെന്റ് മാറുന്നുണ്ടോ എന്നതുകൂടി ഇതിൽ നമ്മൾ കാണേണ്ടതുണ്ട് എന്നതാണ് പറയുന്നത്. വിമർശനങ്ങൾ സ്വാഭാവികമായിട്ട് വിമർശനങ്ങൾ വരും, പക്ഷേ എങ്കിൽ പോലും യാഥാർത്ഥ്യം അതാണെന്ന് പറയാതെ വയ്യ. ഇതില് മുഹമ്മദ് ആമിർ അഭിഷേക് ശർമ്മയെ വല്ലാതെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ. കാരണം അദ്ദേഹത്തിന്റെ വിലയിരുത്തലുകൾ, ആ ഒരു മുഹമ്മദ് ആമിർ വെറും ഇരുന്ന് വർത്താനം പറയുന്ന ഒരു മനുഷ്യനല്ലെന്നും അദ്ദേഹം അനലിറ്റിക്കലിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ അഭിഷേക് ശർമ്മക്കെതിരെ അദ്ദേഹം സ്ലോഗർ എന്ന പദപ്രയോഗം ഉപയോഗിക്കുന്നു. ഇന്ത്യൻ ആരാധകരാണ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രവചനങ്ങളിലൊന്ന് ഈ ഗ്രൂപ്പിൽ നിന്ന് സെമിയിലേക്ക് ടിക്കറ്റ് എടുക്കാൻ പോകുന്നത് സൗത്ത് ആഫ്രിക്കയും വെസ്റ്റ് ഇൻഡീസുമായി ആണ് എന്നാണ്. എന്നിട്ട് അദ്ദേഹം അതിന് കൃത്യമായ ന്യായങ്ങൾ നിരത്തുന്നുണ്ട്. ഇപ്പൊ മുഹമ്മദ് ആമിർ വെറുതെ വന്ന് എന്തേലും പറഞ്ഞു പോലെ അദ്ദേഹം പാകിസ്ഥാനി ആയതുകൊണ്ട് പറഞ്ഞു പോവുക എന്നല്ല. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് തന്നെ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് താഴെ വന്നിട്ട് ആളുകൾ മുഹമ്മദ് ആമിർ ഇങ്ങനെ കളിയെ വിലയിരുത്തുമോ എന്നത് പോലും അത്ഭുതമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ കൃത്യമായി വരുന്നു എന്നുള്ളത് ദക്ഷിണാഫ്രിക്കെതിരെ മത്സരത്തിൽ നമ്മൾ കൃത്യമായി കണ്ടു. റബാഡയുടെ പന്തുകളൊക്കെ അഭിഷേക് നേരിടാൻ നിൽക്കുന്നതാണ്. സ്ലോഗർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണല്ലോ. എന്ന് പറഞ്ഞാൽ പന്തിന് ഫസ്റ്റ് 3 പന്തുകൾ അദ്ദേഹത്തെ ടച്ച് ചെയ്ത് കടന്നുപോയി എന്നുള്ളതാണ്. അത് ശ്രദ്ധിക്കേണ്ട ഒരു ക്രിക്കറ്റ് വിദ്യാർത്ഥി പഠിക്കേണ്ട പാഠങ്ങളാണ് ആ 3 പന്തുകൾ. അദ്ദേഹം ഇറങ്ങി സ്റ്റെപ്പ് ഔട്ട് ചെയ്യുന്നു, കണ്ടം കളിയിലതിന് തുല്യമായിട്ടുള്ള വീശുന്നു. അതാണ് ഒരു ടെക്നിക്കും ഇല്ലാതെ പന്തിനെ കണ്ണടച്ചടിക്കുന്ന രീതിയിലുള്ള ആ 3 പന്തുകളിൽ തന്നെ അദ്ദേഹത്തിന്റെ ഭാവി എഴുതിയത്. പിന്നെ എങ്ങനെയോ അദ്ദേഹം ഒരു നല്ല ഷോട്ടായിരുന്നു അത്. അതെ, അത് മാത്രമാണ് അദ്ദേഹത്തിന് ഒരളവോളം അഭിഷേക് ശർമ്മ എക്സ്പോസ്ഡ് ആയി എന്ന് പറഞ്ഞാൽ കറക്റ്റ് തന്നെയാണ്. അവിടെയാണ് ശരിക്കും സൈർ ഖാൻ പറഞ്ഞ പോലത്തെ ഒരു സംഭവം വരേണ്ടത്. കാരണം ആ ഇന്റൻഷൻ ഓക്കെ, അത് നമ്മൾ കുറ്റം പറയുന്നില്ല. പക്ഷേ അതിന് തീർച്ചയായിട്ടും അദ്ദേഹം ഫോമൗട്ടിൽ നിൽക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് ഇന്ത്യക്ക് ജയിക്കാൻ, ഇന്ത്യ ചേസിങ് എന്നുള്ള കണ്ടീഷനിലാണ് നിൽക്കുന്നത്. അപ്പം ഒരു 10-30 പന്തുകളെങ്കിലും നേരിടണം, അല്ലെങ്കിൽ വിക്കറ്റ് കളയരുത് എന്നുള്ളൊരു മെയിൻലി ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വേണമായിരുന്നു. ആ ഒരു ചിന്തയാണ് ശരിക്കും അവിടെ അദ്ദേഹത്തിന്. ഏത് ഫോർമാറ്റിലാണെങ്കിലും ക്രിക്കറ്റിന്റെ അഗ്രസീവ് സമീപനത്തെ അത് പെട്ടെന്ന് എക്സ്പോസ് ആവും. ഉദാഹരണത്തിന് ബാസ്ബോൾ എക്സ്പോസ്ഡ് ആയിട്ട് കുറച്ച് കാലങ്ങളായിട്ടുള്ളൂ. അതായത് ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ഒരു സൗന്ദര്യമുണ്ടല്ലോ സ്വാഭാവികമായിട്ട്. നമ്മൾ അതിന്റെ ക്ലാസിക് ബാസ്ബോളിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ കഴിഞ്ഞ ആഷസിലെ 4ാമത്തെ 5ാമത്തെ ടെസ്റ്റില് ബെൻ സ്റ്റോക്സ് കളിച്ച ഇന്നിങ്സുകളുണ്ട്. ഒരു 100 ബോളിലൊക്കെ 150 ബോളിൽ 50 മറ്റോ. അതായത് ഒരു ബാറ്റ്സ്ബോളിന് ഇതാകാണ്, അതാണ് രീതി എന്നുള്ള രീതി. അതെ, അപ്പൊ ഈ ഓൾ ഔട്ട് അറ്റാക്ക് എന്ന് പറയുന്ന ഈ രീതി ഉണ്ടല്ലോ, ഗംഭീർ ഒരർത്ഥത്തിൽ അത് പല രീതിയിൽ വിജയിച്ചിരിക്കാം. പക്ഷേ അത് കഴിഞ്ഞ ഏഷ്യ കപ്പോടുകൂടി ഏറെക്കുറെ എക്സ്പോസർ ആയിട്ടുണ്ട്. അതിനുശേഷമുള്ള പരമ്പരകൾ നമ്മൾ വിജയിച്ചാലും സ്ലോവർ ബോളുകൾ എറിഞ്ഞിട്ട് ഇന്ത്യയെ പോലെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു ടീമിനെതിരെ സ്ലോവർ ബോളുകൾ എറിഞ്ഞാൽ മതി, ഇവർ എക്സ്പോസ്ഡ് ആവും എന്ന് പറഞ്ഞു നിർത്തുക. പന്തിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. കണ്ണം പൂട്ടി അടിക്കാൻ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ തവണ എത്ര സ്ലോ ബോളുകളാണ് ആദ്യ ഓവർ തന്നെ അദ്ദേഹത്തെ കാര്യം മനസ്സിലായി. അദ്ദേഹം അത് കൃത്യമായിട്ട് പലപ്പോഴും 20 പന്തും സ്ലോ ബോൾ, 3 വിക്കറ്റുകൾ വേണ്ടിയിട്ടുള്ളത് സ്ലോവർ ബോളിലാണ്. 35 സ്ലോവർ ബോളുകൾ 27 റൺസോ മറ്റോണ് ഇന്ത്യക്കെതിരെ എന്ന് ആലോചിക്കണം. എന്ന് പറഞ്ഞാൽ ഇതേ സംഭവം USA-ക്കെതിരെ ഇങ്ങനെ തന്നെയാണ്. ഇപ്പൊ സഞ്ജു സാംസൺ നമീബിയക്കെതിരെ ഔട്ടായ എന്ന് പറഞ്ഞാൽ അദ്ദേഹം 3 6 അടിച്ച് നിൽക്കുന്നു. പെട്ടെന്നൊരു സ്ലോവർ ബോൾ അടങ്ങുന്നു. ആ ബോളർ ചെയ്യുന്ന മനുഷ്യനെ ആർക്കറിയും ലോക ക്രിക്കറ്റിൽ. അപ്പോൾ ചെറിയ ടീമുകൾക്ക് വരെ ഇന്ത്യ ഇങ്ങനെ എക്സ്പോസ് ചെയ്യാം എന്ന് പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെന്നാണ്. ക്ലാസിക്കലി പണ്ടൊക്കെ നമ്മൾ ഷോട്ടുകളെ കുറിച്ച്, മനോഹരമായി കളിക്കുന്നതിനെ കുറിച്ച്, ക്രീസിൽ നിലയുറപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ലോകത്തിന് ക്ലാസ് എടുത്തു കൊടുക്കുകയും പിന്നെ നമ്മൾ ഓൾ ഔട്ട് അറ്റാക്ക്, നിങ്ങൾ പന്ത് കണ്ടും പൂട്ടി അടിക്കൂ, ഇതാണ് പുതിയ കാലത്ത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയെ ഷോട്ട് പഠിപ്പിച്ച ഒരു ചരിത്രം കൂടിയുണ്ട് സിംബാബ്വേക്ക്. ഡഗ്ലസ് മെറിലിയർ ഷോട്ട് എന്ന് പറയുന്ന സാധനം മുന്നേ ഉള്ള, അതായത് ഫരീദാബാദിലായിരുന്നു ആ കളി. 2002 മറ്റോ ആണെന്ന് തോന്നുന്നു. ഇന്ത്യ 274 റൺസിന്റെ ലക്ഷ്യവും എന്നിട്ട് അത് കൂളായിട്ട് ചേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ 9 വിക്കറ്റ് പോകുമ്പോഴും 250 റൺസ് മാത്രമേ തദ്ദേശ ദൈവ് പുറത്താവുന്ന ഒരു ഘട്ടത്തിൽ പെടും. അവിടെ നിന്നാണ് 53 റൺസോ മറ്റോ എടുത്ത ഷോട്ട് നിസ്സഹനായി നോക്കിയിരിക്കുന്ന കാഴ്ചയുണ്ട്. കാരണം അത്തരം ഷോട്ടുകൾ ഒരുപക്ഷെ അതായത് ഷോൾഡറിന് മുകളിലൂടെ ഫൈനൽ ലേഗിലേക്ക് ഷോട്ട് എടുത്ത് കളയുന്നത്. സാധാരണ ഡിസ്കോപ്പ് പിന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് വിക്കറ്റ് കീപ്പറുടെ മുകളിലൂടെ 6 പായിക്കുന്ന ഷോട്ടുകളാണ്. ക്രിക്കറ്റ് എന്നോളം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ആക്രമണ ശൈലി, അതായത് കളി ജയിക്കണം എന്ന തരത്തിലുള്ള അത്ര വേറിട്ട ശൈലി ധൈര്യപൂർവ്വം സ്വീകരിക്കുന്നത്. സഹീർ ഖാനെതിരെ അടക്കമുള്ളവരൊക്കെ അത് സ്വീകരിച്ചൊരു നയം. നാളെ ഒരുപക്ഷെ ഇന്ത്യക്ക് ചെയ്യാനുള്ളതും അത് തന്നെ ആയിരിക്കും എന്നാണ് പറഞ്ഞു വന്നത്. എന്ത് വില കൊടുത്തിട്ടായാലും എന്ത് കളി കണ്ടിച്ചിട്ടായാലും നാളെ ജയിക്കുക എന്നുള്ളതാണ് ഇന്ത്യക്ക് ഏറ്റവും നിർണായക സമയത്ത് കണ്ണീര് കുടിപ്പിച്ച ടീം കൂടിയാണ് സിംബാബ്വെ. 99 ലോകകപ്പിൽ നമുക്കറിയാം 3 റൺസിന് ഇന്ത്യ സിംബാബ്വെയോട് തോറ്റൊരു മത്സരം ഉണ്ടായിരുന്നു. അതായത്
സച്ചിൻ ടെണ്ടുൽക്കർ, അദ്ദേഹത്തിന്റെ അച്ഛൻ ഇല്ല, ഇല്ല, മരണത്തിന് ശേഷം പിന്നെ നാട്ടിലേക്ക് മടങ്ങുന്നു. ഇന്ത്യ വേഴ്സസ് സിംബാബ്വെ മത്സരം നടക്കുന്നു. ഇന്ത്യ 252 റൺസ് സിംബാബ്വെ നേടുന്നു. ഇന്ത്യ 249 വരെ ഓക്കെ ആയിരുന്നു. പക്ഷേ അവസാന ഓവറുകളിൽ പിന്നെ നമ്മുടെ ഒലോങ്കയുടെ പന്തുകളിൽ പിന്നെ ഇന്ത്യ ഓൾ ഔട്ട് ആവുകയാണ്. അതായത് 3 റൺസിന്റെ ഒരു തോൽവി അന്ന് 99 ലോകകപ്പിൽ ഏറ്റവും നിർണായകമായ മത്സരത്തിൽ. സിംബാബ്വെ ലോകകപ്പിൽ മാത്രമല്ല, ഇവിടെ കൊച്ചി വന്നിട്ട് ഇന്ത്യ നാണം കെടുത്തിട്ടുണ്ട്. 129 റൺസിന് നമ്മൾ പുറത്തായി പോയി. അതെ, അതെ. ഒരു കളി 25 ഓവറിനുള്ളിൽ തീർത്തു പോയിട്ട് ചരിത്രമുണ്ട് സിംബാബ്വെ. അങ്ങനെ ഒരു ചരിത്രമുണ്ട്. അലിസ്റ്റർ ക്യാമ്പലിന്റെയും ഫ്ലവർ സഹോദരന്മാരുടെയും ഹീസ്ട്രീക്കിന്റെയും ഒക്കെ ഉള്ള ടീം, അത്രയും പൈതൃക അവകാശപ്പെടുന്ന ഒരു ടീം. T20 പോലും അവർക്ക് ആ ഒരു പൈതൃകമുണ്ട്. കാരണം ഫസ്റ്റ് T20 ആദ്യ 2007 T20 ലോകകപ്പിൽ ഓസ്ട്രേലിയയെ അട്ടിമറിച്ചൊരു ടീമാണ്. അപ്പം മാത്രമല്ല ഈ ലോകകപ്പ് തന്നെ പിന്നെ ഏറ്റവും നല്ല രീതിയിൽ അവരുടെ പിന്നെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി വെച്ചുകൊണ്ട് സിക്കന്ദർ റാസിയുടെ നേതൃത്വത്തിൽ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചു. ഓസ്ട്രേലിയ നല്ല മികച്ച ഒരു കളി തന്നെ. ശ്രീലങ്കയ്ക്കെതിരെ കൂടി അവരുടെ നാട്ടിൽ അതുവരെ തോൽപ്പിക്കുന്നു എന്നുള്ളത് കൂടി തന്നെ. ഇപ്പം പക്ഷെ ഒരർത്ഥത്തിൽ അവർക്ക് കിട്ടിയ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിരിക്കും വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ഒരു 107 റൺസിന്റെ തോൽവി എന്ന് പറയുന്നത്. ഏതാണ്ട് ഇന്ത്യയോട് കൂടി സമാനമായ അവസ്ഥയിൽ തന്നെയാണ് നാളെ അവർ കളിക്കാനിറങ്ങുന്നതാണ് ഇന്ത്യക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് കാര്യമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അപ്രകാരമുള്ള ഒരു ആഘാതമായിട്ടുണ്ട് ആ തോൽവി എന്ന് പറയുന്നത്. -5 ഇപ്പോൾ റൺ റേറ്റ് എന്ന് പറയുന്നത് സിംബാബ്വെയുടെ. ഇന്ത്യയെക്കാളും വലിയ വെല്ലുവിളിയാണ് സിംബാബ്വെക്ക് സംഭവിച്ചത്. ഇന്ത്യയിൽ -3.8 ആണ് ഇന്ത്യയുടെ റൺ റേറ്റ് എങ്കിൽ -5 ആണ്. +5 ആയിട്ട് വെസ്റ്റ് ഇൻഡീസ് അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. സിംബാബ്വെ അവർ ആഗ്രഹിച്ചത് ഈ ഒരു സൂപ്പർ 8 തന്നെയായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പീക്ക് അവർ എത്തിക്കഴിഞ്ഞു. ഇനി കിട്ടുന്നതൊക്കെ അവർക്ക് ബോണസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കൊരു ജസ്റ്റ് ഒരു പ്രവചനം നടത്താൻ തോന്നുന്നു. നാളത്തെ മത്സരത്തിൽ ആരായിരിക്കും ടോപ്പ് സ്കോറർ, ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ? സഞ്ജു ഇറങ്ങുന്നുണ്ട്. അങ്ങനെ സാധനമുണ്ട്. ഇപ്പൊ ലെഫ്റ്റ് ഞാൻ എനിക്ക് തോന്നുന്നു അഭിഷേക് ശർമ്മ ഫോമിലേക്ക് തിരിച്ചെത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം സ്ലോഗറാണ് എന്നുള്ള വാദങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഫോമിനെ പിന്നെ 50+ സ്കോർ പ്രതീക്ഷിക്കണമെന്നാണ്. കാരണം സിംബാബ്വെ മുസർബാനി ശരിക്കും ഭയക്കണം എന്നുള്ളത്. മുസർബാനി മാത്രമല്ല, മുസർബാനി പിന്നെ ഓസ്ട്രേലിയക്കെതിരെ നന്നായി പെർഫോം ചെയ്തൊരു മനുഷ്യനാണ്. അതുപോലെ തന്നെ ഇവാൻസിനെയും ഭയക്കണം. പിന്നെ സിക്കന്ദർ റാസയുടെ ഓഫ് സ്പിന്നെ ഭയക്കണം. വേറെയും കുറെ ടോപ്പ് സ്കോറർ ബെന്നറ്റ് ആയിരിക്കും. എനിക്കതാണ് തോന്നുന്നത്. ബെന്നറ്റിനെ കുറിച്ച് പറയും. ബെന്നറ്റ് അത്ര സ്ട്രൈക്ക് റേറ്റ്, മികച്ച സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് കുറച്ചുകൂടി നല്ല അതാണ് ഏറ്റവും വലിയ ആവശ്യമായിട്ടുള്ള കാര്യം. അതാണല്ലോ ബെന്നറ്റ്. അഭിഷേക് എന്താ രഗിൽ എന്ന് പറയുന്നു? ഇന്ത്യയുടെ ഭാഗത്തുനിന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സഞ്ജുവിനാണ്. സഞ്ജു വരട്ടെ, കളിക്കട്ടെ. അഭിഷേക് ശർമ്മ തീർച്ചയായിട്ടും ഫോമിലേക്ക് വരേണ്ടത് അത്യാവശ്യമാണ്. ഈ കളി അല്ലെങ്കിൽ ഇനിയിപ്പോ സെമി ഫൈനൽ ഒരാള് തീർച്ചയായിട്ടും സഞ്ജുവിനെ പറയുന്നത്. ടോപ്പ് സ്കോർ കളിക്കാൻ പറ്റട്ടെ. ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കാരണം ഓഫ് സ്പിൻ അവർ കൊണ്ടുവരും. സഞ്ജു നന്നായിട്ട് കളിക്കുന്നതാണ് വിശ്വാസം. അപ്പോൾ ഒരാൾ സഞ്ജുവിൽ പ്രതീക്ഷ വെക്കുന്നു, മറ്റൊരാൾ അഭിഷേകിൽ പ്രതീക്ഷ വെക്കുന്നു, മറ്റൊരാൾ ബെന്നറ്റിൽ പ്രതീക്ഷ വെക്കുന്നു. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഞ്ജു അടുത്ത മത്സരത്തിൽ കളിക്കാൻ ഇറങ്ങും എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ കാര്യം. അഭിഷേകും മറ്റുമൊക്കെ ഫോമിലേക്ക് എത്തേണ്ടതും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായ കാര്യമാണ്. ഇന്ത്യ വേഴ്സസ് സിംബാബ്വെ മത്സരങ്ങളുടെ ഒരു ചരിത്രം പോലും നമ്മൾ ഇതിനകം തന്നെ പറഞ്ഞു. 99 ലോകകപ്പ്, അതുപോലെ കൊച്ചിയിൽ വന്ന് നമ്മളെ നാണം കെടുത്തിയ ഒരു ചരിത്രം കൂടിയുണ്ട് സിംബാബ്വെക്ക്. അപ്പോൾ അതൊക്കെ മാറിക്കൊണ്ട് പിന്നെ ഈ ടൂർണമെന്റിൽ ഇന്ത്യ സിംബാബ്വെക്കെതിരെ ജയിക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്ത മത്സരത്തിൽ എങ്ങനെയാവുമെന്ന് നമുക്ക് കണ്ടറിയാം. ടാക്ടിക്സ് ഇവിടെ അവസാനിക്കുന്നു.